സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം എനിക്കിവിടെ സംസാരിക്കാനുള്ളത്, ബിഗ് ബോസിൽ ഓൾറെഡി നമ്മുടെ പവർ റൂം എല്ലാം എടുത്തു കളഞ്ഞു, ഗ്രൂപ്പുകളെല്ലാം മാറ്റി. ഇപ്പം നിലവിൽ ആ ഒരു ഹൗസിനുള്ളിലെ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലീനിങ് ടീം, അതുപോലെ തന്നെ വെസൽ, ബാത്റൂം ടീം, അങ്ങനെയുള്ള കുറച്ച് ടീമുകൾ മാത്രമേ ഉള്ളൂ. അതും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമുകളാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഡെന്ന്, ടണൽ, പവർ റൂം അങ്ങനെയുള്ള ടീമുകളെല്ലാം ബിഗ് ബോസ് ഓൾറെഡി എടുത്തു കളഞ്ഞു. ബിഗ് ബോസ് തന്നെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. ഇപ്പം ഫാമിലി റൗണ്ടൊക്കെ വന്നപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടുകൾ കൂടി ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുന്നോട്ട് വന്ന ഒരു പേഴ്സൺ ആണ് ഈ പറയുന്നത് പോലെ ടിക്കറ്റ് ടു ഫിനാലയിലെ ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുകയും ആ ഒരു വ്യക്തിയാണ് ഫിനാലയിലേക്ക് ഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ആവുകയും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ആദ്യ ടാസ്കിൽ തന്നെ ബിഗ് ബോസ് തന്നെ വേണ്ട എന്ന് വെച്ചല്ലെന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റിയ ഒരു ഗ്രൂപ്പ് ടാസ്കുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ടാസ്കിൽ ഈ പറഞ്ഞതുപോലെ വെസൽ ടീം, അതുപോലെ തന്നെ കിച്ചൺ ടീം, പീപ്പിൾ റൂം ടീം, അങ്ങനെ കുറച്ച് ടീമുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറയുന്ന ഒരു ഈ ആദ്യ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തന്നെ നടത്തിയത്. നിങ്ങൾ പ്രേക്ഷകരെല്ലാം കണ്ടു കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഇതൊരു ന്യായമായിട്ടുള്ള കാര്യമാണോ? കാരണം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് നടത്തേണ്ട കാര്യമാണ്. അതിനകത്ത് ഗ്രൂപ്പ് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുക എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നീട് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ്, അതായത് നമ്മുടെ ആദ്യം നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരുകളാണ് പറയുന്നത്. ഡെന്ന്, ടണൽ, നെസ്റ്റ്, അതുപോലെ തന്നെ പവർ റൂമിന് പകരം പീപ്പിൾ റൂം, ഇങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ബിഗ് ബോസ് പോലും റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ നടത്തിക്കൊണ്ട് വരുന്നത്? എനിക്കത് മനസ്സിലായില്ല. ഇത് ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണോ? കാരണം ഗ്രൂപ്പായിട്ടൊരു മത്സരം നടത്തി കഴിയുമ്പം ഗ്രൂപ്പിലെ കുറച്ച് പേര് കളിക്കുകയും മറ്റു പലരും സൈഡിൽ മാറി നിന്ന് നോക്കി കുത്തികളെ പോലെ നോക്കി നിന്നിട്ട് മറ്റു പലരുടെയും കഴിവിൽ അവർ ജയിക്കുന്ന പോയിൻറ്റ്സിൽ കയറി മുന്നോട്ട് വരും. എന്നിട്ട് അവർ നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാന സമയമാകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരർഹതയില്ലാത്തവരായിരിക്കും ചിലപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ച് ഡയറക്റ്റായിട്ട് ഫിനാലയിലേക്ക് വരുന്നത്. അപ്പം ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടല്ലേ ബിഗ് ബോസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ തന്നെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ ആ ഒരു റൂൾസും അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റും തെറ്റിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നി, എന്താണ് ഇവർ ചെയ്യുന്നത്? ആദ്യത്തെ ആ ഒരു ടാസ്ക് എന്താണ് നടക്കുന്നതെന്നറിയാൻ ഞാനും വെയിറ്റ് ചെയ്തു. അതിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും പെർഫോമൻസ് അല്ലെങ്കിൽ പോയിന്റ്സ് കൊടുക്കുന്നതെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ആ ഒരു എന്താ പറയുന്നത്, ആ പതപ്പീര് ടാസ്ക് നമുക്കറിയാം, ആ സോപ്പ് ഉരച്ച് തേച്ച് ഏറ്റവും ആദ്യം തീർക്കുന്ന ഒരു ടീമിനായിരിക്കും വിജയിക്കുന്നതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡെന്ന്, നെസ്റ്റ് എന്നൊക്കെയാണ് ബിഗ് ബോസ് റിസൾട്ടിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്ത് സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഇതൊരു ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ ടിക്കറ്റ് ടു ഫിനാലെ? അതിന് ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ച ആ ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസിന് താല്പര്യമുള്ള ഒരു കുറച്ച് കണ്ടസ്റ്റൻസിനെ അതിലേക്ക് കൊണ്ടുവരാനും അവർക്ക് മുന്നോട്ട് വരാത്താനുമുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ കഴിവിൽ ആ ഒരു ടീമിന് നല്ല മികച്ച പോയിന്റ്സ് ഒക്കെ കിട്ടി നല്ല മികച്ച നിലയിലേക്ക് എത്തിക്കഴിയുമ്പം ഈ ഗ്രൂപ്പിനെ പൊട്ടിച്ച് ഇൻഡിവിജ്വലായിട്ട് കുറച്ച് ഗെയിംസ് കൂടി ഇട്ട് കൊടുത്ത് ഭാഗ്യമുണ്ടെങ്കിൽ അവരും കൂടെ കയറി വരട്ടെ, അവർക്ക് മാക്സിമം നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി കയറി പോയിക്കോളൂല്ലോ. ആ ഒരു രീതിയിലാണോ ബിഗ് ബോസ് ഇപ്പോൾ ഈ ടിക്കറ്റ് ടു ഫിനാലെ നടത്താൻ പോകുന്നത്? എന്നാണെങ്കിലും വളരെ മോശമായി പോയി. എനിക്ക് ഒട്ടും തീർത്തും താല്പര്യമുള്ള ഒരു പരിപാടിയല്ല ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ കാണണം, ഒരേ നീതിയായിരിക്കണം കൊടുക്കേണ്ടത്, ഒരേ രീതിയിലായിരിക്കണം അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. കുറച്ച് പേരുടെ കഴിവിൽ ബാക്കി കുറച്ച് പുറകിൽ കിടക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ എയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകരുത്. കാരണം ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ തീർത്തും മോശമായിട്ട് എനിക്ക് തോന്നി. അവിടെയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യാതെ ഇനി മുന്നോട്ട് കയറി വരും ഇപ്പോൾ ഈ ടീമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. കാരണം നിങ്ങൾ നിർത്തിയ ഒരു ടീമിനെ ആ സംഭവം ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ആ ഒരു ഹൗസിനുള്ളിലെ ആക്ടിവിറ്റീസിൽ അങ്ങനെ ഒരു ടീമും കാര്യങ്ങളും നടന്നോട്ടെ. പക്ഷേ ഈ ഒരു ഗെയിം വന്നു കഴിയുമ്പോൾ തനിച്ച് ഇൻഡിവിജ്വൽ ആക്കൂ. കാരണം ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കേണ്ടടുത്ത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ബിഗ് ബോസ് തന്നെ ഈ ഒരു സീസണിൻ്റെ മൊത്തത്തിലുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തിലെ ഈ പറയുന്ന പോലെ ടിക്കറ്റ് ടു ഫിനാലെ ഗെയിംസും കാര്യങ്ങളും ഒന്നുകൂടെ വിലയിരുത്തി നോക്കിയിട്ട് നമുക്ക് ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. പ്രേക്ഷകർ എന്താണ് അഭിപ്രായമെന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക.